ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ? എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. ശരി, നമുക്കിതിലേക്ക് കടക്കാം. UGC നെറ്റ് അറബിക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ബാഗ്ദാദിൽ നിന്ന് ഇന്നത്തെ നിങ്ങളുടെ സിലബസ് മുഴുവൻ സംരക്ഷിച്ചു നിർത്തിയ ഒരു ടൈം ക്യാപ്സൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, അതാണ് അൽ ഫിഹ്റിസ്റ്റ്. സത്യത്തിൽ ഇതൊരു മഹാത്ഭുതം തന്നെയാണ് കേട്ടോ. ഇന്നത്തെ ഈ എക്സ്പ്ലെയിനർ നിങ്ങളുടെ നെറ്റ് പരീക്ഷയ്ക്കുള്ള ഒരു ട്രഷർ മാപ്പാണെന്ന് തന്നെ പറയാം. പ്രധാനമായും 5 കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ആരാണ് ഇബ്നുൽ നദീം, ഫിഹ്റിസ്തിന്റെ കഥ, അറിവിന്റെ 10 കവാടങ്ങൾ, ഫ്ലൂഗലിന്റെ പ്രിന്റിംഗ്, പിന്നെ ഇതിന്റെയൊക്കെ പ്രാധാന്യം. അപ്പോ തുടങ്ങാവല്ലേ? ആദ്യം തന്നെ, ആരാണ് ഈ ഇബ്നുൽ നദീം? ബാഗ്ദാദിലെ ആ പഴയ പുസ്തക വിൽപ്പനക്കാരനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ചരിത്രമുറങ്ങുന്ന പഴയ ബാഗ്ദാദ് നഗരം നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. പണ്ഡിതന്മാരും കച്ചവടക്കാരും തിങ്ങി നിറഞ്ഞ തെരുവുകളിൽ പുസ്തകങ്ങൾ പകർത്തിയെഴുതുകയും വിൽക്കുകയും ചെയ്തിരുന്ന ഒരാള്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് പരീക്ഷയ്ക്ക് വളരെ പ്രധാനമാണ് കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോളൂ. അബുൽ ഫറജ് മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ബിൻ യാക്കൂബ് ബിൻ അൽ നദീം. ഈ പേര് ഒരക്ഷരം പോലും തെറ്റാതെ തന്നെ മനസ്സിൽ കുറിച്ചിടണം. നെറ്റ് പരീക്ഷയ്ക്ക് ഇതൊരു ഷുവർ ക്വസ്റ്റ്യനാണ്. ഇനി അദ്ദേഹത്തിന്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, അദ്ദേഹത്തിന്റെ തൊഴിൽ, അതായത് അൽ മിഹ്ന. സ്വന്തം പിതാവിൽ നിന്നാണ് ഈ വറാഖ് എന്ന തൊഴിൽ അദ്ദേഹത്തിന് കിട്ടുന്നത്. അതായത് പുസ്തകങ്ങൾ പകർത്തിയെഴുതുന്ന ജോലി. നല്ലൊരു കാലിഗ്രാഫർ കൂടിയായിരുന്നു അദ്ദേഹം. ഈയൊരു ജോലിയുള്ളതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച പുസ്തകങ്ങളിലേക്ക് അദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ ആക്സസ് ലഭിച്ചു. രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ മദ്ഹബാണ്. അദ്ദേഹം ഒരു ഷിയ മുഹ്തസിലി പശ്ചാത്തലത്തിൽപ്പെട്ട ആളായിരുന്നു എന്നതും ഓർത്തുവെക്കേണ്ട ഒരു പോയിന്റാണ്. ഇനി നമ്മൾ ഫിഹ്റിസ്ത് എന്ന ഈ മഹത്തായ ഗ്രന്ഥത്തിന്റെ കഥയിലേക്ക് വരികയാണ്. ഈ ഒരു ഭാഗത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ രസകരമായ ഒരു വിരോധാഭാസം ഇവിടെ കാണാം. അറബി സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തമായ ഈ ഗ്രന്ഥസൂചികയുടെ പേര്, അതായത് അൽ ഫിഹ്റിസ്ത് എന്നത് യഥാർത്ഥത്തിൽ ഒരു പേർഷ്യൻ വാക്കാണ്. അതെ, അറബി ഭാഷയിലേക്ക് ആദ്യമായി ഈ വാക്ക് കൊണ്ടുവന്നത് തന്നെ നമ്മുടെ ഇബ്നുൻ നദീമാണ്. അവ്വലുമൻ അദ്ഖല കലിമത്തൽ ഫിഹ്റിസ്ത് അൽ ഫാരിസിയ ഇലൽ അറബിയ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഈ 2 കാലഘട്ടങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഹിജ്റ വർഷം 377 അദ്ദേഹം ഈ പുസ്തകം രചിക്കുന്നത്. എന്നാൽ അതിനുശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് യൂറോപ്പിൽ വെച്ച് 1871 ഈ കൃതി ആദ്യമായി അച്ചടിക്കപ്പെടുന്നത്. ചിന്തിച്ചു നോക്കൂ, കാലത്തിന്റെ എത്ര വലിയൊരു കുതിച്ചുചാട്ടമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എക്സാമിന് ഈ 2 വർഷങ്ങളും കൃത്യമായി ഓർമ്മയുണ്ടാകണം. അപ്പോൾ ഇതിലെ ഏറ്റവും നിർണായകമായ ഭാഗം എന്താണെന്ന് വെച്ചാൽ, അറിവിന്റെ 10 വാതിലുകൾ, അഥവാ മനുഷ്യവിജ്ഞാനത്തിന്റെ വർഗീകരണം അദ്ദേഹം എങ്ങനെ നടത്തി എന്നതാണ്. അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന മനുഷ്യന്റെ മുഴുവൻ അറിവുകളെയും ശാസ്ത്രങ്ങളെയും ഇബ്നു നദീം വളരെ സൂക്ഷ്മതയോടെ 10 അധ്യായങ്ങളായി തരംതിരിച്ചു. ഈ അധ്യായങ്ങളെ അദ്ദേഹം വിളിച്ചത് മക്കാലാത്ത് എന്നാണ്. വെറുതെയല്ല, 10 മക്കാലകൾ. സത്യത്തിൽ ഇതൊരു ചെറിയ കാര്യമല്ല കേട്ടോ. വിജ്ഞാനത്തിന്റെ ഒരു വലിയ ഭൂപടം തന്നെയാണ് അദ്ദേഹം അവിടെ വരച്ചുവെച്ചത്. ഇന്നത്തെ നിങ്ങളുടെ സിലബസ് എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ ഈയൊരു ഘടന നിങ്ങളെ തീർച്ചയായും സഹായിക്കും. ഈ 10 മക്കാലകളും ഓർമ്മിച്ചു വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് നോക്കാം. ആദ്യത്തേത് ഭാഷകൾ, വേദങ്ങൾ, ഖുർആൻ എന്നിവ ഉൾക്കൊള്ളുന്ന അൽ ലുഗാത്ത് വ ശറാഇ വൽ ഖുർആൻ. തുടർന്ന് അൻ നഹ്വു വൽ ലുഗ. പിന്നെ അൽ അഖ്ബാർ വൽ അൻസാബ്. 4ാമത്തേത് അശ്ശിഅർ അഥവാ കവിത. അതിനുശേഷം വരുന്നത് ഇസ്ലാമിക വിഷയങ്ങളാണ്, അതായത് ഇൽമുൽ കലാം, പിന്നെ അൽ ഫിഖ്ഹ് വൽ ഹദീത്ത്. 7ാമത്തേത് അൽ ഫൽസഫ അഥവാ ഫിലോസഫി. അത് കഴിഞ്ഞ് അൽ ഖുറാഫാത്ത് വസ് സിഹർ. 9ാമതായി അൽ മദാഹിബുൽ ഖദീമ. ഇനി അവസാനമായി 10ാമത്തെ മക്കാല അൽ കീമിയ അഥവാ രസതന്ത്രം. പഠിക്കുമ്പോൾ ഇതൊരു ഓർഡറിൽ തന്നെ ഓർത്തുവെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നീങ്ങാം. എങ്ങനെയാണ് ഈ പുസ്തകം ആധുനിക ലോകത്തിനായി സംരക്ഷിക്കപ്പെട്ടത് എന്ന് നോക്കാം. ഓറിയന്റലിസ്റ്റ് ഫ്ലൂഗലിന്റെ ലെയ്ഡനിലെ പ്രിന്റിംഗ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് നിങ്ങളുടെ പരീക്ഷയ്ക്കുള്ള മറ്റൊരു വലിയൊരു അലേർട്ടാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കൈയെഴുത്ത് പ്രതി ആധുനിക ലോകത്തിനു വേണ്ടി സംരക്ഷിച്ചത് ഒരു ഓറിയന്റലിസ്റ്റ് പണ്ഡിതനാണ്.
1871 ലെയ്ഡനിൽ വെച്ച് ഈ അമൂല്യമായ ഗ്രന്ഥം അച്ചടിച്ചത് ഫ്ലൂഗൽ അഥവാ അൽമുസ്തഷ്റഖ് ഫ്ലൂഗലാണ്. ഈ പേരും 1871 എന്ന വർഷവും ലെയ്ഡൻ എന്ന സ്ഥലവും പരീക്ഷാ ഹാളിൽ ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ അച്ചടിച്ച പതിപ്പിന്റെ വലുപ്പവും ആഴവും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ജർമ്മൻ ഭാഷയിലുള്ള വലിയ വ്യാഖ്യാനങ്ങൾക്കും സൂചികകൾക്കും പുറമെ 260 വലിയ പേജുകളാണ് ആ പതിപ്പിലുണ്ടായിരുന്നത്. കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നില്ലേ? അന്നത്തെ കാലത്ത് എത്രമാത്രം വിവരങ്ങളാണ് അദ്ദേഹം ഈ ഒരൊറ്റ ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇനി നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഫിഹ്റിസ്തിന്റെ പ്രാധാന്യം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പുസ്തകത്തെക്കുറിച്ച് തീർച്ചയായും പഠിച്ചിരിക്കണം എന്ന് നോക്കാം. അറബി സാഹിത്യ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ പുസ്തകമായാണ് ഈ ഗ്രന്ഥം ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതെ, അവ്വലു കിതാബിൻ ഫി ആദാബിൽ ലുഗത്തിൽ വറബിയ. ഇതൊരു വെറും ചരിത്ര പുസ്തകമല്ല കേട്ടോ, മറിച്ച് നിങ്ങൾ ഇന്ന് പഠിക്കുന്ന അറബി സാഹിത്യത്തിന്റെ മുഴുവൻ അടിസ്ഥാനശിലയും ഇതുതന്നെയാണ്. ഈ ചരിത്രപരമായ ഉദ്ധരണിയിലൂടെ ഈ ആശയം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. ഈ പുസ്തകമില്ലായിരുന്നുവെങ്കിൽ അറബി സാഹിത്യത്തിലെ ഒട്ടനവധി ചരിത്രങ്ങൾ എന്നേക്കുമായി നഷ്ടപ്പെടുമായിരുന്നു. ശരിയാണല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ബാഗ്ദാദിലെ ആ പുസ്തക വിൽപ്പനക്കാരൻ അന്ന് ഇങ്ങനെയൊരു ഉദ്യമത്തിന് തയ്യാറായിരുന്നില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ പഠിക്കുന്ന ഈ സിലബസിന്റെ എത്ര ഭാഗം ഇന്ന് നിലവിലുണ്ടാകുമായിരുന്നു? അപ്പോ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. പരീക്ഷയ്ക്ക് നന്നായി തന്നെ തയ്യാറെടുക്കുക. വിജയാശംസകൾ. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.